മല്ലിയ സാരാഭായി എന്ന ചാൻസലർ, അതായത് നമ്മുടെ ഡീംഡ് യൂണിവേഴ്സിറ്റി കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റിയായി ഉയർത്തപ്പെട്ടതിന് ശേഷം അവരെ ചാൻസലർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതാണ്. അവർ തുറന്നു വിട്ടിരിക്കുന്ന ഒരു ഭൂതം ഇപ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും സർക്കാരിനും ഇവിടുത്തെ ജനങ്ങൾക്കും എന്ന് വേണം പറയാൻ. അവർ കുറേ ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. കാരണം അവരെ ഇവിടെ കൊണ്ടുവരാൻ കാരണം എന്ന് പറയുന്നത് 2022 ഈ ആരിഫ് മുഹമ്മദ് ഖാനും ഗവൺമെൻറ്റുമായിട്ട് ഒരു വലിയ ഗുസ്തി നടന്നു. അതായത് ഈ ചാൻസലറുടെ നിയമനം സംബന്ധിച്ച് ഉള്ള കാര്യം, അതായത് ഈ വൈസ് ചാൻസലറുടെ നിയമനം സംബന്ധിച്ചുള്ള ആ ഗുസ്തിയിൽ അത് ഗവർണർ ചാൻസലറാണല്ലോ. അപ്പോൾ ഗവർണറുമായിട്ടുണ്ടായ തർക്കത്തിൽ ഗവർണർക്കാണ് അതിനുള്ള അധികാരമെന്ന് പറഞ്ഞു. വലിയ ബദ്ധപ്പാടായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോഴാണ് ഈ കലാമണ്ഡലം കൽപ്പിത സർവകലാശാല, അതായത് ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഉയർത്തുന്നതും. അവിടെ ഗവൺമെൻറ് ഒരു ചാൻസലറെ കൊണ്ടുവരാനൊക്കെ തീരുമാനിച്ചു. അങ്ങനെ കൊണ്ടുവന്നാണ് ശ്രീമതി മല്ലിയ സാരാഭായി. മല്ലിയ സാരാഭായി എന്ന് പറയുന്നത് ഒരു ചെറിയ ആളല്ല, ലോകപ്രശസ്തിയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ഒരു മഹത് വനിതയാണ് മല്ലിക സാരാഭായി. മല്ലിക സാരാഭായി ചില്ലറക്കാരിയല്ലെന്ന് ഞാൻ പറയാൻ കാരണം അവരുടെ മാതാപിതാക്കൾ ആരാണെന്ന് അന്വേഷിച്ചാൽ മാത്രം മതി. മൃണാളിനി സാരാഭായി എന്ന് പറയുന്ന ലോകപ്രശസ്ത നർത്തകയാണ് ഒരു മാതാവ്. പിതാവോ ലോകം തന്നെ കണ്ട, ഇന്ത്യ കണ്ട, അതുപോലെ ലോകം കണ്ട ഒരു തന്നെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളായ വിക്രം സാരാഭായിയാണ്. അപ്പോൾ വിക്രം സാരാഭായിയുടെയും മൃണാളിനി സാരാഭായിയുടെയും മകളാണ് ഈ മല്ലിക സാരാഭായി. മല്ലിക സാരാഭായിക്ക് ഒരുപാട് ഇത് മാത്രമല്ല, നൃത്തത്തിൽ മാത്രമല്ല, അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ ഒരുപാടുള്ള ഒരു വനിതയാണ്. അവർ കാര്യങ്ങൾ എല്ലാം പഠിക്കും, അപഗ്രഥിച്ച് പഠിക്കും. അവർ സംഘപരിവാറിൻ്റെ വളരെ വലിയ വിമർശകയാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് അവർ പോയി പിടിച്ചുകൊണ്ട് വന്നത് കേട്ടോ, കൊണ്ടുവന്നു. കാരണം ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു മാർഗത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് എന്താണെന്നറിയോ? ചിലവൊന്നും ഗവൺമെൻറ് ഉണ്ടാകത്തില്ല. അവർക്ക് യാത്രാബദ്ധ ഇപ്പോൾ കൊടുക്കും, അതായത് TA കൊടുക്കും, അതേ ഉള്ളൂ. ഇതെല്ലാം TA അതുപോലെ ചെലവിന് ഉള്ള പണമൊക്കെ കൊടുക്കും. അപ്പോൾ അവർക്ക് അവരന്നേരം ഇപ്പോൾ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിച്ചു പറഞ്ഞു, ഈ കലാമണ്ഡലം എന്ന് പറയുന്ന ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യതയില്ല, വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ നിയമിക്കപ്പെട്ടേക്കുന്ന ആളുകളെന്ന് പറയുന്നവർ നേരത്തെ കലാമണ്ഡലത്തിൽ ഈ ആളുകളെ തിരികെ കയറ്റും. എല്ലാം ഇടതുപക്ഷത്തെ ഈ ചുമടെടുക്കുന്നവനെയും അവന്മാരെയൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അതായത് രാഷ്ട്രീയം മാത്രം അറിയാവുന്ന, അക്ഷരാഭ്യാസം പോലും നന്നായിട്ടില്ലാത്ത, ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ അറിയാൻ വയ്യാത്ത ആളുകളെയാണ് അവിടെ കൊണ്ടുവച്ചേക്കുന്നത്. അവർ ഇതങ്ങ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഉയർത്തിയപ്പോൾ ഈ ക്ലാർക്കുമാരായിട്ടുള്ളവന്മാരെല്ലാം ഓഫീസർമാരായിട്ടൊക്കെ മാറി. പക്ഷേ ഈ ഓഫീസേഴ്സിന് മല്ലിക സാരാഭായി പറയുന്നത് അവിടുത്തെ രജിസ്ട്രാർക്കും വൈസ് ചാൻസലർക്കും മാത്രമേ ഉള്ളൂ ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനം, വേറെ ആർക്കുമില്ല. ഒരു ലെറ്റർ പോലും എഴുതാൻ അറിഞ്ഞൂടാ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടുത്തെ അക്കൗണ്ട്സ് നോക്കാൻ അറിഞ്ഞൂടാ. ഇത് എന്ത് ചോദിച്ചാലും ഐ ഡോണ്ട് നോ എന്ന് പറയുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്നിട്ട് അവർ പറഞ്ഞു, ഇതുപോലെ ഈ ഇടതുപക്ഷ പിന്തുണയോടുകൂടിയുള്ള ആളുകളെ മാത്രമായിട്ട് ഇതിൽ തിരികെ കയറ്റിയതുകൊണ്ട് അവരെ പറഞ്ഞയക്കാൻ ഒക്കത്തില്ല. രാഷ്ട്രീയക്കാരാണ്, ബുദ്ധിമുട്ടാണ്. ഗവൺമെൻറ് അതിന് ഒപ്പം നിൽക്കത്തില്ല. വലിയ ബുദ്ധിമുട്ടാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ സംവിധാനം. ആ രീതിയിൽ അവർ മടുത്തിരിക്കുകയാണെന്നുള്ളതാണ് അവരിപ്പോൾ പറഞ്ഞത്. കാരണം അതിന് അതേപോലെ ഒരു ഉയർച്ച അതിനുണ്ടാവത്തില്ല. ഏറ്റവും യഥാർത്ഥത്തിൽ അവർ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു അന്തർദേശീയ തലത്തിൽ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് കലാമണ്ഡലത്തെ. അതിന് കഴിവുണ്ടവർക്ക്. കാരണം അന്തർദേശീയ തലത്തിൽ കഴിവുള്ള ഒരു ഡാൻസറാണ്. വയസ്സ് 72 ഉണ്ട്, 53 അവർ ജനിക്കുന്നത്. പക്ഷേ ആ 72 വയസ്സൊന്നും അവർക്ക് പ്രശ്നമല്ല. അവരിപ്പോഴും ഇന്നും ലോകം അറിയപ്പെടുന്ന ഒരു വലിയ നർത്തകിയാണ്. അങ്ങനെയുള്ള ഒരാൾ വിചാരിച്ചാൽ യഥാർത്ഥത്തിൽ ഈ കലാമണ്ഡലത്തിനെ അതുപോലെ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്താൻ പറ്റുമായിരുന്നു. പക്ഷേ അത് ഇവർ സമ്മതിക്കത്തില്ലല്ലോ. ഇവിടുത്തെ രാഷ്ട്രീയ അതിപ്രസരം മൂലമാണ് ആ സ്ഥാപനം നശിക്കുന്നത്. അതിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, എന്ത് ചോദിച്ചാലും അറിയാൻ വയ്യ, അവിടുത്തെ അക്കൗണ്ട്സ് നോക്കാൻ അറിയാൻ വയ്യ,
നിയമങ്ങളെക്കുറിച്ച്, യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങളെക്കുറിച്ചോ അതിലെ നിയമനത്തെ പ്രക്രിയയെക്കുറിച്ചോ ഒന്നും അറിയാൻ വയ്യാത്ത ആളുകളാണ് അവിടെ ജോലി ചെയ്യുന്ന ആളുകളെന്നാണ് അവർ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു ശരിയായ ഒരു വിമർശനമാണ്, കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം എന്നിട്ട് അതിനോടൊപ്പം അവരൊരു വേറൊരു കാര്യം കൂടെ ചെയ്തു. അവർ പറഞ്ഞു എനിക്ക് ശമ്പളം വേണം. ശരിയാണ്, അവർ ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ എന്തെങ്കിലും ബാധ്യതയുണ്ടോ? എനിക്ക് ശമ്പളം വേണം. വൈസ് ചാൻസലറേക്കാളും ഉയർന്ന ശമ്പളം കൊടുക്കണമല്ലോ. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഗവൺമെൻറ് അവർക്കൊരു 3 ലക്ഷം രൂപ കൊടുക്കണം സാലറി മാസം. ഇതിൻ്റെ പ്രശ്നം ഇതല്ല, അത് കൊടുത്തെന്നിരിക്കട്ടെ. ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് നമുക്ക് ചിലവൊന്നുമില്ല, ഒരു ചിലവും സർക്കാരിന് അധിക ബാധ്യതയൊന്നും ഉണ്ടാവാത്ത നിയമനമാണ് ശ്രീമതി മല്ലിക സാരാഭായിയുടേതെന്നും പറഞ്ഞാണ് ഇവരുടെ നിയമനം നടത്തിയത്. ഇപ്പോൾ ഇവർക്ക് 3 ലക്ഷം രൂപ അവർക്ക് ശമ്പളം കൊടുക്കണമെന്നിരിക്കട്ടെ മാസം. ഓക്കെ, അതിവിടെ കണ്ട PSC മെമ്പർമാരെല്ലാം വെറുതെ ഇരുന്നുകൊണ്ട് വാങ്ങിക്കുമ്പോൾ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇഷ്ടംമാതിരി ഉള്ള പെർക്യൂസിറ്റ്. അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൻ്റെ ചാൻസലറായിട്ടിരിക്കുന്ന ശ്രീമതി മല്ലിക സാരാഭായിക്ക് 3 ലക്ഷം രൂപ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല, കൊടുക്കണം എന്നുള്ള അഭിപ്രായം തന്നെ എനിക്ക്. പക്ഷേ ഇതിന് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ, ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർ നീക്കാൻ, എന്നിട്ട് പുതിയ ചാൻസലറെ അപ്പോയിൻ്റ് ചെയ്യാനാണ് വരുന്നത്. അത് അനുവദിക്കാനിടയായി കഴിഞ്ഞാലുള്ള പ്രശ്നം, അത് കോടതി കിടക്കുകയാണ് തർക്കം. അത് വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു കുഴപ്പമുണ്ട്. പുതിയ ചാൻസലർമാർ വരുമ്പോൾ അവർക്കെല്ലാം ഇതേപോലെ ശമ്പളം കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം ഈ 5 വയസ്സിലെ ശമ്പള ബാധ്യത ഇല്ലാതെ ഗവർണർ നോക്കിക്കൊണ്ട് നടന്ന ഒരു ജോലിയാണ്. അത് ഗവർണറെ ഇന്ന് പിടിച്ചു പറിച്ച് വാങ്ങി. എന്തിന്? ഇവർക്ക് തോന്നിവാസം കാണിക്കാൻ. ഇവിടുത്തെ മന്ത്രിമാരുടെയും MLA-മാരുടെയും MP-മാരുടെയും ഒക്കെ ഭാര്യമാരെയൊക്കെ കോളേജിലെ പ്രൊഫസറും ലെക്ചറും ഒക്കെ ആക്കണം. ഒരുപാട് എണ്ണത്തിനെ ആക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ ആരുടെയൊക്കെ ഉണ്ടെന്ന്. വലിയ നീണ്ട ന്യായം പറയുന്ന വലിയ വലിയ ആളുകളുണ്ടല്ലോ ഈ മന്ത്രിസഭയിൽ. ഇവരുടെയൊക്കെ ഭാര്യമാർ പലരും ജോലി ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി. എങ്ങനെ? അവരുടെ മെരിറ്റ് കൊണ്ടാണോ? മെരിറ്റ് ഉണ്ടാക്കിയെടുക്കും, നിയമനം വാങ്ങിക്കും. അതും പിൻവാതിൽ നിയമനം തന്നെയാണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. എന്നിട്ട് അതിനുള്ള പരിപാടിയെല്ലാം നടത്തും. ഇൻ്റർവ്യൂ ബോർഡ് അതിനെല്ലാം റെഡിയാക്കി എടുക്കും. എന്നിട്ട് മന്ത്രിയുടെ ഭാര്യയ്ക്കായിരിക്കും അതിനകത്ത് റാങ്ക് വരുന്നത്. ഇതാണ് കാര്യം. ഇൻ്റർവ്യൂവിൽ ഇതിനുമൊക്കെ കഴിവുള്ള എത്രയോ ആളുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത് പരസ്യമായ ഒരു രഹസ്യമാണിത്. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ചാൻസലർ പദവി പിടിച്ചു പറിക്കണം. അതിന് ചെയ്ത പണിയാണിത്. അതിപ്പോൾ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, ഇവിടെ ആരാ അനുഭവിക്കുന്നത്? ഇവരല്ല, ഈ മന്ത്രിമാരോ ഈ ഭാര്യമാരെ കൊണ്ടുവച്ചേക്കുന്ന മന്ത്രിമാരൊന്നും അല്ല അനുഭവിക്കുന്നത്. ഈ അനുഭവിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളാണ്. അവർ കൊടുക്കുന്ന നികുതിപ്പണമാണ് ഇതേപോലെ എല്ലാ ചാൻസലർമാർക്കും ഇനി നിയമിച്ചു കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെടും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പം മല്ലിക സാരാഭായിക്ക് ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തോട്ടെ, കാരണം അവർക്ക് അതിന് അർഹതയുള്ളതാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ നിയമനം ഇതേപോലെ ചാൻസലർ നിയമിക്കേണ്ടതായിട്ട് വന്നാൽ അതിനെല്ലാം വലിയ ശമ്പളം കൊടുക്കണം. അപ്പോൾ എന്തുമാത്രം അധിക ബാധ്യതയാണ് ഈ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇവരുടെ ഒരു ഈഗോ നിലനിർത്താനാണെന്ന് നമ്മൾ ആദ്യം വിചാരിച്ചു. ഈഗോ നിലനിർത്താനല്ല. ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോൾ ഈ തോന്നിവാസങ്ങൾ നടക്കാൻ അയാൾ സമ്മതിക്കുകയല്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നു. അങ്ങനെ വന്നപ്പോഴാണ് അയാളെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇവരുടെ ഇഷ്ടമുള്ള ആളുകളെയൊക്കെ തിരികെ കയറ്റണം. അവിടെ ഇവിടെ എല്ലാം അവർക്ക് വൈസ് ചാൻസലറെ അതുപോലെ ആക്കണം, അതുപോലെ തന്നെ എല്ലാ രജിസ്ട്രാർമാരെ നിയമിക്കണം, എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ അതിനകത്ത് കുത്തിക്കയറ്റി വെക്കണം. അതിനു വേണ്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചു പറിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ കലാമണ്ഡലം ഏതായാലും അങ്ങ് ഏറ്റെടുത്തു, റെഡിയാക്കി. അത് ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവിടെ ഞങ്ങൾ നിയമിച്ചു. കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ അവർ ഭരിക്കാൻ വന്നു. അവർ പറയുന്നത് എന്തെന്നറിയോ, ഒന്നും അറിയാൻ വയ്യാത്ത ഈ സ്റ്റാഫിനെയും കൊണ്ട് എങ്ങനെ ഇത് മുമ്പോട്ട് നീങ്ങും ഈ പ്രസ്ഥാനം? ഒരു കാരണവശാലും അവർക്കിത് മുമ്പോട്ട് കൊണ്ടുപോകത്തില്ല. ഇത് പടുകുഴിയിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണെന്നാണ് മല്ലിക സാരാഭായി പറഞ്ഞത്. അതിനെ വിശ്വസിക്കാതിരിക്കാൻ യാതൊരു കാരണവും കാണുന്നില്ല. ഏതായാലും ഗവൺമെൻറ്റിൻ്റെ ഈ കെടുകാര്യസ്ഥതയുണ്ടല്ലോ, അതുമാത്രമല്ല അവരുടെ സ്വജനപക്ഷപാതം മൂലമുള്ള ഈ നിയമനങ്ങൾ, അവരുടെ രാഷ്ട്രീയക്കാരെ കുത്തിക്കയറ്റിയുള്ള നിയമനങ്ങൾ, അത് ഈ കലാരംഗത്ത് വേണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു കലാമണ്ഡലം എന്ന് പറയുന്നത് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കലാകാരന്മാരെയും കലാകാരികളെയും ഉയർത്തിക്കൊണ്ടുവരേണ്ട സ്ഥാപനമാണ്. അതിനകത്ത് ഈ രാഷ്ട്രീയം കളിക്കാൻ പോയാൽ ഈ ഒന്നും അറിയാൻ വയ്യാത്തവന്മാരെയും ഇംഗ്ലാവ് വിളിച്ചുകൊണ്ട് നടക്കുന്നവന്മാരെയും അതിനകത്ത് പിടിച്ച് കയറ്റിയാൽ ഈ സ്ഥാപനം എങ്ങനെ മുമ്പോട്ട് നീങ്ങും? മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്തോളൂ. പക്ഷേ
ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിനകത്ത് ഇത് ചെയ്യാൻ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആകെ അവശയായിരിക്കുകയാണ് ശ്രീമതി മല്ലിക സാരാഭായി. ഇത് അവർ ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ ഞാനീ പറഞ്ഞത്. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവരെ ഞാൻ പറഞ്ഞില്ലേ, കേരളവുമായിട്ട് അടുപ്പമുണ്ടവർക്ക്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ മൃണാളിനി സാരാഭായി ഇവരുടെ അമ്മയെന്ന് പറയുന്നത് പാലക്കാട്ടെ ഒരു പ്രശസ്തമായ ഒരു പുരാതന കുടുംബത്തിലെ അംഗമാണ്. അവരെ ഇവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഈ ഭരിക്കാൻ ഒക്കാത്ത കാര്യങ്ങളിലും ഇതുപോലെ ഇടപെടുന്ന കാര്യങ്ങളിലുമൊക്കെ. മാത്രമല്ല അവരെ അഭിപ്രായം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ ആശാ വർക്കേഴ്സിൻ്റെ ഒരു സമ്മേളനം ഇവിടെ തൃശ്ശൂർ വെച്ച് നടന്നല്ലോ. അപ്പോൾ ആ സമ്മേളനം നടന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വളരെ സാറാ ജോസഫ് തുടങ്ങി വളരെ പ്രശസ്തരായ ആളുകളൊക്കെയാണ് അതിന് വരുന്നത്. ഇവരെയും വിളിച്ചു. ഇവരതിന് പോകുന്ന സംഭവിച്ചു പോയിന്ന് അവർ പോയി. അതിനെന്താ കുഴപ്പം? അവർക്ക് പോയിക്കൂടെ? അവർക്ക് അഭിപ്രായം പറഞ്ഞൂടെ ഇതിനെ സംബന്ധിച്ച്? ആശാ വർക്കർമാർക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചു. അവർ മനുഷ്യസ്ത്രീ ആയതുകൊണ്ടാണ് ഈ അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചത്. അല്ല, നിങ്ങളെപ്പോലുള്ളവരല്ല അവർ മനുഷ്യരാണ്, മനുഷ്യസ്ത്രീയാണ്. അതുകൊണ്ടാണ് അവർ ഇവരെ മനസ്സിലാക്കി, ഇവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിന് പിന്തുണ കൊടുത്തത്. ഇതിനൊക്കെ ഈ രീതിയിൽ രാഷ്ട്രീയം കാണാൻ പോയാലുണ്ടല്ലോ എങ്ങനെ നടക്കും? ഈ സ്ഥാപനത്തിൽ വരെ കൊണ്ടുവന്നത് വളരെ നല്ലതാണ്, സംശയമില്ല. പക്ഷേ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറും കൂടെ വേണ്ടേ? സാമ്പത്തിക പരാധീനത ഒരു വശത്ത്, അതുമൂലം ഞെരുങ്ങുകയാണെന്നാണ് അവർ പറഞ്ഞത്. ആ സ്ഥാപനം അതിന് പൈസ കൊടുക്കത്തില്ല. അത് മാത്രമല്ല, ഇതേപോലെ കഴിവില്ലാത്ത കഴിവുകെട്ട ഉദ്യോഗസ്ഥരും എന്ത് ചെയ്യാൻ പറ്റും ഈ സംവിധാനം?